ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവീനെയും മീനൂട്ടീനെയും ഗോമതീനെയും മിത്രേനെയൊക്കെ തന്നെയാണ്. അങ്ങനെ കിച്ചണിൽ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീനൂട്ടിക്ക് ഭയങ്കര സങ്കടം, ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു അത് സാരമില്ലെന്നൊക്കെ. അപ്പോഴത്തേക്കും ദേവി കയറി വന്നിട്ട് അത് വലിയ സംഭവമാക്കി മാറ്റുക. എങ്കിലും എൻ്റെ പൊന്നു മീനൂട്ടി, നിനക്കൊന്ന് വരത്തില്ലായിരുന്നോ? എങ്കിലും ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ ആദ്യമായിട്ടൊരു ഫംഗ്ഷൻ നടന്നതല്ലേ, അതിന് പങ്കെടുക്കാത്തത് വലിയൊരു നഷ്ടം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞോളൂ. ഭയങ്കരമായിട്ടും എന്താ പറയാ, നമ്മുടെ മീനൂട്ടിയെ കളിയാക്കുകയാണ്. അപ്പൊ മീനൂട്ടിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേഷ്യം വന്നു കേട്ടോ. അപ്പം ഗോമതിയും പറഞ്ഞു, അല്ല എന്ത് നഷ്ടത്തിന്റെ എന്തിന്റെ കാര്യം ഈ പറയുന്നത്? അതെ, ഒരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, മീനുന്റെ വീട്ടിൽ പോയതല്ലേ. മീനുന്റെ വീടെന്നോ അതുപോലെ ആകാശിന്റെ വീടെന്നോ ഒന്നുമില്ല. ഇവർക്ക് എല്ലാവർക്കും ഈ രണ്ട് വീടും തുല്യമായിരിക്കും. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഭർത്താവിന് ഭാര്യയുടെ വീട്ടുകാരെ സ്നേഹിക്കണ്ടേ, ആ വീടിനെ സ്നേഹിക്കണ്ടേ? ഭാര്യനെ സ്വന്തമായിട്ട് കാണുമ്പോൾ ഭാര്യയുടെ വീട് സ്വന്തമായിട്ട് കാണണ്ടേ? ഇത് കേട്ടത് ദേവി, അയ്യോ എൻ്റെ അമ്മയുടെ മനസ്സ് വിശാലമാണ് കേട്ടോ. എങ്കിലും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കത്തൊന്നുമില്ല. എന്നാലും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ വെച്ച ഫംഗ്ഷൻ അല്ലേ, ഞാൻ തന്നെ വെച്ച ഫംഗ്ഷനാ. ഞാനില്ലായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ നടക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പുറപുറത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ലാത്ത കാര്യം. ഇപ്പം ഫംഗ്ഷൻ നടത്തിയത് നമ്മുടെ ദേവിയാണെന്ന് പറഞ്ഞ് ദേവീനെ ഒന്ന് അഭിനന്ദിക്കണം, അത്ര മാത്രമേ ഉള്ളൂ ദേവിക്ക്. അപ്പം ദേവീനെ ആരും അഭിനന്ദിക്കുന്നുമില്ല. അപ്പൊ ദേവിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞൊരു മനസ്സുഖം കണ്ടെത്താലോ. ഞാനല്ലേ ഫംഗ്ഷൻ നടത്തിയത്, ഞാൻ കാരണമല്ലേ ബാലച്ചന് സന്തോഷമായതെന്നൊക്കെ സ്വയമേ ഇങ്ങനെ പറയാലോ. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, ഇതെന്തൊരു പെങ്കൊച്ചാ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി പാവോ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര പാവോ. ആരാ പറഞ്ഞ പാവമാണെന്ന്? ഉറക്കത്തിൽ പോലും പാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മീനാക്ഷി. അപ്പൊ മിത്രയും പറഞ്ഞു, അത് ശരിയാന്ന്. ഓഹോ, കൊള്ളാലോ, രണ്ടുപേർക്കും കുശുമ്പും അസൂയയും നന്നായിട്ടുണ്ടല്ലേ, കുശുംബികളെ എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രയുടെയും ആര്യയുടെ അല്ല, സോറി, നമ്മുടെ മീനൂട്ടിയുടെ മൂക്കിലൊക്കെ പിടിച്ചൊരു കിണുക്കൊക്കെ കിണുക്കി നിൽക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് ചെന്നു. അപ്പൊ അവിടെ രാമേട്ടൻ എല്ലാവർക്കും ഇത് കൊടുക്കാണ്, ലഡു കൊടുക്കുന്നു. അങ്ങനെ ലഡു കൊടുക്കുമ്പോഴത്തേക്കും ബാലൻ പറയുന്നുണ്ട്, എന്തിനാ ഈ ലഡു ഒക്കെ വിതരണം ചെയ്യുന്നത്, വെറുതെ വേറെ പണിയില്ലേ? പിന്നെ അവിടെ അങ്ങ് നല്ല രീതിയിൽ ഫംഗ്ഷൻ നടത്തിയില്ലേ? ഇന്നലെ ബാല, നീ വലിയ സ്റ്റാർ അല്ലായിരുന്നോ? അപ്പൊ പിന്നെ ഇവിടെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ. ബാല, നിന്റെ പിറന്നാൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അടുത്ത പിറന്നാൾ ഗോമതി സ്റ്റോഴ്സിൽ തന്നെ ആഘോഷിക്കണം. അപ്പം നമ്മുടെ ബാലനും പറഞ്ഞു, അല്ലെങ്കിലും ഇന്നലെ വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു ഞാൻ. ഇത്രയും സന്തോഷിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മീനാക്ഷിയുടെയും ആകാശിന്റെ ഒരു കുറവുണ്ടായിരുന്നു, അത് സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ആകാശിന്റെ ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പൊ ആകാശിനെ വിളിക്കുന്നത് മീനൂട്ടിയുടെ അച്ഛനാണ് കേട്ടോ. പുള്ളിക്കാരന് ആകാശനെ ഭയങ്കര ഇഷ്ടമായല്ലോ. അപ്പൊ അതിന്റെ പേരിലൊക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ബാലൻ അത്രയ്ക്ക് പിടിക്കുന്നില്ല. അത് മാത്രമല്ല, സ്പീക്കറിലൊക്കെ ഇട്ട് സംസാരിക്കുന്നുണ്ട്, ബാലനോടും സംസാരിക്കുന്നുണ്ട്. ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു, ആകാശേ, ഇതത്രയ്ക്ക് ശരിയല്ല കേട്ടോ. എന്തിന്റെ ഒരു അച്ഛൻ ഈ പറയുന്നത്? അല്ല, ഇതേ ഗോമതി സ്റ്റോഴ്സാ, ഇവിടെ കച്ചവടം നടക്കേണ്ട സ്ഥലാ. ഈ കട്ട കോളുകളും അതും ഇതും ഒക്കെ വരുമ്പോ എടുത്ത് സംസാരിച്ച് ചുമ്മാ ഊടായി പഠിച്ചു നിന്ന് കഴിഞ്ഞാലേ സാധനം മേടിക്കാൻ വരുന്നവരങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഫോൺ സംഭാഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആകാശൻ അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. സത്യം പറയാലോ, നമ്മുടെ ബാലൻ അത്രയ്ക്ക് പിടിച്ചൊന്നുമില്ല. മീനൂട്ടിയുടെ അച്ഛൻ ഇത്രയ്ക്ക് സംസാരിച്ചപ്പോഴത്തേക്കും അതും എന്താ പറയുക, നമ്മുടെ ആകാശനെ സ്വന്തം മോനെ പോലെ തന്നെ കാണുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. അപ്പൊ അതത്രയ്ക്ക് പിടിക്കുകയല്ലോ. അപ്പം നമ്മുടെ ബാലൻ ഒരു സ്വാർത്ഥ മനസ്സ്, പ്രത്യേകിച്ച് സ്വാർത്ഥനാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ആകാശം അങ്ങ് മാറിപ്പോയപ്പോഴത്തേക്കും രാമേട്ടൻ പറഞ്ഞു, ഏതായാലും മോശമായി പോയി ബാലൻ അങ്ങനെ പറയരുതായിരുന്നു. എന്ത് പറയരുതായിരുന്നു? അല്ല, ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നല്ലോ, എന്തിനാ വെറുതെ ആകാശിനോട് അങ്ങനെ പറഞ്ഞത്? ആകാശന് എന്ത് തോന്നിക്കാണും? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനതിന് ആരെ വേദനിപ്പിക്കാനോ ഒന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഉള്ള കാര്യമല്ലേ. അല്ല രാമേട്ടാ, ഒരു കാര്യം ഓർത്ത് നോക്കിയേ, ഇത് ഗോമതി സ്റ്റോഴ്സാ. ഇവിടെ അനാവശ്യമില്ലാത്ത കോളുകളൊക്കെ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വേറൊരു കടയിൽ ഇപ്പം ചെന്ന് നിൽക്കുക. അപ്പം അവിടെ പോയി നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ? ബാല, നീ പറയുന്നതൊക്കെ ശരിയാണ്.
എങ്കിലും ഞാനതങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ബാലനങ്ങ് മാറിയിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യനും മിത്രയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആര്യന് ഒരു വർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ രാത്രി എങ്ങോട്ടോ ഒരു ഓട്ടോ ഉണ്ട്. അപ്പം അതിനു വേണ്ടി പോകണം. കോട്ടയം ഇടുക്കി റൂട്ടിലേക്കൊക്കെയാണ് ഓടുന്നത്. അപ്പൊ അതിനു വേണ്ടി പോകണം. അപ്പം കുറച്ച് ലേറ്റ് ആവും എന്ന് പറയാം. അപ്പൊ മിത്ര സമ്മതിക്കുന്നില്ല കേട്ടോ. മിത്ര പറഞ്ഞു, എന്താ ആര്യ ഇത്, ഒന്നാമത് തന്നെ താമസിച്ച് വരുമ്പോഴത്തേക്കും തന്നെ ഒരു സമാധാനം ഇല്ല. അപ്പൊ രാത്രി ഇത്ര ലോങ് പോവാന്ന് പറയുമ്പോൾ വേണ്ട പോണ്ടെന്ന് പറയുമ്പം പിന്നെ നിനക്ക് അങ്ങനെയൊക്കെ പറയാം. അതെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കണം, ഇല്ലാതെ നമ്മുടെ കാര്യം വേറെ ആരും നോക്കാൻ വരില്ല. ശോ, ആര്യ, ആര്യനൊന്ന് സമാധാനപ്പെടും. ആര്യൻ എന്തിനാ ഇപ്പൊ പോകുന്നത്? ഇപ്പം പോകുന്നതൊക്കെ പോരെ, ഇപ്പൊ തന്നെ ഓവർലോഡാ. അതിന്റെ കൂടെ ഇനിയിപ്പം ഈ ലോങ് ട്രിപ്പ് ഒക്കെ പോവാന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടുമോ? ഏ എന്റെ പൊന്ന് മിത്രേ, ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. നമ്മുടെ കാര്യം നോക്കാൻ നമ്മളേ ഉള്ളൂ. മാത്രമല്ല, നമുക്ക് ആകാശേട്ടനെയോ ആനന്ദേട്ടനെയോ കണ്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ആകാശേട്ടനാണെങ്കിൽ ആവശ്യത്തിലേറെ പൈസ കിട്ടും. മീനു ഇടത്തേക്ക് ജോലിയും ഉണ്ട്. അവർക്ക് ജീവിതം ഇപ്പം സംരക്ഷിച്ച് നിർത്താനും ഭാവി കാര്യം നോക്കാനും ഒക്കെ ഉള്ള പൈസ കിട്ടും. അത് പ്രശ്നമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ആനന്ദേട്ടന് സ്വന്തമായിട്ട് ഒരു ജോലിയുണ്ട്. ആനന്ദേട്ടന് ഒരു ജോലിയുണ്ട്. അതുപോലെ തന്നെ ദേവിയിടത്തേക്ക് നല്ലൊരു വലിയ സമ്പന്ന കുടുംബമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചാലല്ലേ നമുക്കുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ല ആര്യൻ ഇതുപോലെ, ഞാൻ ഇതുപോലെ കഷ്ടപ്പെടുന്നത് നിനക്ക് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിലും ഉള്ളതാ ചോർച്ചില്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അതെ, ഞാൻ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി തന്നെ. അങ്ങനെയാ എല്ലാ ആണുങ്ങളും കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ ഇനിയിപ്പം എൻ്റെ പോക്ക് തടസ്സപ്പെടുത്താനൊന്നും നോക്കണ്ട. അത് പിന്നെ ആര്യ, ഞാൻ ആര്യന്റെ പോക്ക് തടസ്സപ്പെടുത്താൻ നോക്കിയതൊന്നും അല്ല. എനിക്കെല്ലാം മനസ്സിലായി. പോകാൻ തീരുമാനിച്ചതല്ലേ, ഞാൻ പോവുക തന്നെ ചെയ്യും. ഏതായാലും ഇത് ഈ ഒരു വിഷമം നമ്മുടെ ആര്യനല്ല മിത്രയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പം മിത്ര ചെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഗോമതിയോടും അതുപോലെ തന്നെ നമ്മുടെ മിത്രയോടും പറയുകയാണ്. അപ്പൊ മിത്രയല്ല, സോറി, മിത്ര ചെന്ന് ഓരോ കാര്യങ്ങളും ഗോമതിയോടും നമ്മുടെ മീനാക്ഷിയോടും പറയുകയാണ്. അപ്പൊ മീനൂട്ടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ, ഒരു ജോലിക്ക് പോകുന്നതിന് ഇത്ര പ്രശ്നം, അതൊന്നും സാരമാക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവി വന്നു. പിന്നെ ദേവിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? അയ്യോ, രാത്രി രാത്രി ജോലിക്ക് പോവാന്നോ? ഈ ആര്യൻ ഇത് എന്താ കാണിക്കുന്നത്? ആര്യൻ ഇങ്ങനെയൊക്കെ എന്തിനാ കാണിക്കുന്നത്? തീരെ വകതരുവില്ല. അല്ലെങ്കിലും രാത്രി ഭാര്യനെ ഒറ്റയ്ക്കാക്കി ജോലിക്കൊക്കെ പോവാന്ന് പറഞ്ഞാലോ? ഓ, എന്റെ ആനന്ദേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞിട്ട് നേരെ ആര്യന്റെ അടുത്തേക്ക് വിട്ടടിച്ച് പോവാ. അങ്ങനെ ആര്യന്റെ അടുത്ത് ചെന്നു. ആര്യന്റെ അടുത്ത് ചെന്നപ്പം ആര്യൻ ഷർട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും, ഷർട്ടൊക്കെ മാറിക്കോ, ഞാൻ ഉപദേശിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഉപദേശിക്കാനോ? ആ ആര്യ, ആര്യ, നീ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെന്താ ഏടത്തി അങ്ങനെ പറഞ്ഞത്? ഷർട്ട് ഇടുന്നത് ശരിയല്ലേ? ഞാൻ ഷർട്ട് ഇടാൻ നടക്കണോ? അല്ല ആര്യ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആര്യ, നീ ഇപ്പം എവിടെ പോവാ? നീ ഇപ്പം രാത്രി ജോലിക്ക് പോവല്ലേ? നീ ഇടുക്കിക്കോ കോട്ടയത്തോ എവിടെ കണ്ടൊക്കെ പോവാ. ഇത് ശരിയാണിത് തോന്നുന്നുണ്ടോ? നീ ബാലച്ചൻ പറയുന്നത് പോലെ നിനക്ക് ചെയ്യത്തില്ലേ? ബാലച്ചൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പം പറഞ്ഞു, ബാലച്ചൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ നിനക്ക് കടയിൽ പോയി ജോലി ചെയ്യത്തില്ലേ? സ്വന്തം കടയിൽ നിൽക്കുന്നത് പോലെ ആകുമോ വേറെ എവിടെയെങ്കിലും നിൽക്കുന്നത്? ഇതിപ്പം രാത്രി ഭാര്യനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുക, ഭാര്യനെ ഒറ്റയ്ക്കാക്കിയിട്ട് ടെറസിന്റെ മണ്ടയിൽ പോയി കിടക്കുക. എൻ്റെ ആനന്ദേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ആര്യ, ഞാൻ പറയുന്നത് കേക്ക്, ഇന്ന് പോകണ്ട. ആര് പറഞ്ഞു പോകണ്ടെന്ന്? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കാര്യം ഞാനാ നോക്കുന്നത്. അതിൽ വേറെ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ, ഞാൻ ഇടപെട്ടതൊന്നുമല്ല, ഒരു കാര്യം അങ്ങ് പറഞ്ഞു തന്നതാ. ഇനിയിപ്പം പറഞ്ഞു തന്നത് തെറ്റായി പോയി, ഞാൻ ക്ഷമിച്ചേരേന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര വന്നു. മിത്ര വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ, പാവം മിത്രയ്ക്ക് എന്തൊരു വിഷമമാണെന്ന് നോക്കിയേ. അവളുടെ മുഖത്ത് അത് തെളിഞ്ഞു കാണാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആര്യന് ദേഷ്യം വന്നിട്ട് മിത്രയോട് പറഞ്ഞു, നിനക്ക് ഇപ്പൊ എന്താ പ്രശ്നം മിത്ര? നീ എന്തിനാ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞുകൊണ്ടും വിളിച്ചു കൂവിക്കൊണ്ടും നടക്കുന്നത്? അപ്പോഴത്തേക്കും, എന്താ ആര്യ നീ പറയുന്നത്? എനിക്കറിയാം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കിപ്പം എല്ലാവരുടെയും മുമ്പിൽ എന്നെ അപമാനിക്കണം, എന്നിട്ട് ഞാൻ പോവാതിരിക്കണം. അയ്യോ, അതൊന്നും അല്ല ആര്യ, ഞാൻ വേറൊന്നും അല്ല. എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി, ഇനി കൂടുതൽ സംസാരിക്കണം. അപ്പോഴത്തേക്കും ഇത്രയും കേട്ടപ്പോൾ തന്നെ നമ്മുടെ ദേവി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും മിത്ര കരയാനും തുടങ്ങി. മിത്ര പറഞ്ഞു, എനിക്ക് ആര്യൻ പോകുന്നത് കൊണ്ട് വിഷമമുണ്ട്, അന്നും വെച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കൊട്ടും ഘോഷിച്ചൊന്നും നടന്നതല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മയോട് പറഞ്ഞപ്പം, മിത്രേച്ചിയോട് പറഞ്ഞപ്പോൾ ഇത് കേട്ടതാ എന്നിങ്ങനെ പറഞ്ഞപ്പം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ആര്യനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചത് തന്നെ, അത് ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ ആര്യ ഇങ്ങനെയൊക്കെ? എന്താ ആര്യ, ഫുഡ് കൊണ്ടൊക്കെ? എനിക്കൊരു ഫുഡും വേണ്ട, ഒന്നും വേണ്ട. ഈ നരകത്തിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ആര്യ, അങ്ങനെയൊന്നും പറയല്ല ആര്യ, പ്ലീസ് ആര്യൻ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് പോകരുതെന്നും പറഞ്ഞുകൊണ്ട് കരയാനും തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും
നമ്മുടെ ആര്യം പറഞ്ഞു ഒന്ന് കരയാതിരിക്കുക. ഏതായാലും ഞാൻ പോയിട്ട് വരാം. ഞാൻ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാലേ മറ്റുള്ളവരുടെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. അല്ല ആര്യ പ്ലീസ്, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല ആര്യ എന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞപ്പം ഈ കണ്ണുനീരൊക്കെ അങ്ങ് തൂക്ക്. ഇനിയിപ്പം ഈ കരഞ്ഞത് കണ്ടോണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ആര്യൻ തന്നെ കണ്ണുനീരൊക്കെ അങ്ങ് തൂത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ആര്യൻ ഇങ്ങനെ പോവാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഫുഡ് കഴിക്കാറായി. നമ്മുടെ ബാലനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വരുന്നുമില്ല. അപ്പം ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ധർമ്മം പറഞ്ഞു, വിശക്കുക, പെട്ടെന്ന് പോയി അളീനെ വിളിച്ചോണ്ട് വാ ചേച്ചി എന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്കൊന്നും പറ്റത്തില്ല, വേണേൽ അങ്ങ് പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ചെറിയ സൗന്ദര്യപ്പിറക്കം ഉണ്ടായിട്ടുണ്ടല്ലോ രണ്ടുപേരും തമ്മിൽ. അയ്യോ എന്റെ പൊന്ന് ധർമ്മ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ദേവിയും അതുപോലെ തന്നെ മീനൂട്ടിയും ആകാശവും ഒക്കെ വന്നു കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മിത്രയുടെ മുഖം വല്ലാണ്ടങ്ങ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റി മിത്രയെന്ന് ഗോമതി ചോദിച്ചു. അപ്പം പറഞ്ഞു അത് പിന്നെ വേറൊന്നും അല്ല, ആര്യൻ ഇതുവരെ ഫോൺ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഫോൺ വിളിച്ചില്ലെങ്കിൽ സാരമില്ല, നീ ഫോൺ വിളിക്കാനൊന്നും പോകണ്ട, അവൻ വിളിച്ചോളും, നീ വിളിക്കാനൊന്നും പോകണ്ട, അവൻ വിളിച്ചോളും എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ബാലൻ ഇറങ്ങി വരിക. ബാലന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. ഇനി ഏതായാലും ഇതിനെ ചൊല്ലി ആയിരിക്കും ആ വീട്ടിലൊരു അടുത്ത വഴക്കെന്ന് പറയുന്നത്. നമ്മുടെ മിത്രയ്ക്കാണെങ്കിൽ സഹി കെട്ടിട്ട് മിത്ര ജോലിക്ക് പോകാന്നൊക്കെ തീരുമാനിക്കുകയാണ്. വീണ്ടും ട്യൂഷൻ എടുക്കാൻ പോയാലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മീനൂട്ടിയോട് ചോദിക്കുന്നുണ്ട്. ആര്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണേ. നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ച് നിർത്തുന്ന നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ.